എക്സലിൽ മാക്സിമം കാണുന്ന ഡിഫറെൻറ്റ് മെത്തേഡുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാക്സിമം എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പറിനെയാണ് നമ്മൾ മാക്സിമം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം കാണാൻ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് നോക്കാം. ആദ്യം ഈക്വൽ ടു ഇടുക, അതിനുശേഷം മാക്സ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ വാല്യൂ മുതൽ അവസാന വാല്യൂ വരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അത് നമുക്കിവിടെ കാണിച്ചു തരും. ഇനി വേറൊരു മെത്തേഡ് മാക്സ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഓരോ വാല്യൂസ് സെലക്ട് ചെയ്തതിന് ശേഷം കോമ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ആ കൂട്ടത്തിലത്തെ ഏറ്റവും വലിയ നമ്പർ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി അതേപോലെ തന്നെ ഒന്നിലധികം ലൊക്കേഷൻ, അതായത് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്ന് പറഞ്ഞ് 3 ലൊക്കേഷനിലെ വാല്യൂ ആണ്. ഇതിന്ന് 3 ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു മാക്സ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ വാല്യൂ സെലക്ട് ചെയ്യുക, ഒരു കോമ ഇട്ട് കൊടുക്കുക, അതിനുശേഷം രണ്ടാമത്തെ റേഞ്ച് സെലക്ട് ചെയ്യുക, ഒരു കോമ ഇട്ട് കൊടുക്കുക, അതിനുശേഷം മൂന്നാമത്തെ റേഞ്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇങ്ങനെയും നമുക്ക് മാക്സിമം കാണാം. ഇനി ഈ കോളത്തിലുള്ള വാല്യൂസിൻ്റെ മുഴുവനായിട്ടും, അതായത് എ എന്നുള്ള കോളത്തിലെ വാല്യൂസിൻ്റെ ഏറ്റവും വലിയ നമ്പർ കാണുക എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാക്സ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എ എന്നിട്ട് ഒരു കോളനിട, വീണ്ടും എ എന്നിട്ടതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പർ നമുക്കിവിടെ കാണിച്ചു തരും. ഇതിപ്പോൾ കോളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റോൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇവിടെ വന്ന് മാക്സ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് വാല്യൂ മുതൽ നമ്മളിവിടെ വന്ന് ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാലും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പറും നമുക്കിതുപോലെ കണ്ടുപിടിക്കാവുന്നതാണ്.